നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. പെൺകുട്ടി തീവ്രപരിചരണ വിഭാഗത്തിൽ. വാതിൽക്കൽ നിന്ന് മാറാത്ത ദേഷ്യത്തിൽ ട്രാക്കിലേക്ക് ചവിട്ടിയിട്ടുവെന്ന് പ്രതി സുരേഷ് കുമാറിന്റെ കുറ്റസമ്മതം. വധശ്രമത്തിന് കേസെടുത്തു. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പൊതുസ്ഥലങ്ങളിൽ നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന് സുപ്രീം കോടതി. തെരുവുനായ വിഷയത്തിൽ ദേശീയ മൃഗക്ഷേമ ബോർഡിനെ കക്ഷിയാക്കി. സംസ്ഥാനങ്ങളുടെ മറുപടി ക്രോഡീകരിച്ച് സമർപ്പിക്കാൻ അമിക്കസ് ക്യൂറിക്ക് നിർദ്ദേശം. വെള്ളിയാഴ്ച ഇടക്കാല ഉത്തരവിറക്കും. മറുപടി വൈകിയതിൽ നിരുപാധികം മാപ്പ് പറഞ്ഞ് ചീഫ് സെക്രട്ടറിമാർ. കോഴിക്കോട് താമരശ്ശേരിയിൽ ഫ്രഷ് കട്ട് പ്ലാന്റ് തുറക്കുന്നതിനെതിരെ നാളെ വൈകിട്ട് മുതൽ വീണ്ടും സമരം പ്രഖ്യാപിച്ച് ജനകീയ സമിതി. ജനപ്രതിനിധികളെ ക്ഷണിക്കാത്തതിൽ സർവകക്ഷി യോഗം ബഹിഷ്കരിച്ച് UDF. യോഗം വൈകിട്ട് 5 മണിയിലേക്ക് മാറ്റി. ജനങ്ങൾ നടത്തുന്നത് ശുദ്ധവായുവിന് വേണ്ടിയുള്ള പോരാട്ടമെന്നും ലീഗിന്റെ പിന്തുണയെന്നും PK കുഞ്ഞാലിക്കുട്ടി. അമ്പത്തഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം ഇന്ന് തൃശൂരിൽ. മികച്ച ചിത്രം, നടൻ, നടി ഇനങ്ങളിൽ ഇഞ്ചോടിഞ്ച് മത്സരം. ജൂറിയുടെ അന്തിമ പരിഗണനയിൽ എത്തിയത് 38 ചിത്രങ്ങൾ. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പ്രേംകുമാറിനെ മാറ്റിയത് കാലാവധി കഴിഞ്ഞതിനാലെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. സർക്കാരിന്റെ ഭാഗത്ത് തെറ്റില്ലെന്നും ആശാസമരത്തെ പ്രകീർത്തിച്ചതിന് അനിഷ്ടമെന്ന വാദം ശരിയല്ല എന്നും മന്ത്രി. തെലങ്കാനയിലെ രംഗറെഡ്ഡിയിൽ അമിതവേഗതയിൽ വന്ന ചരൽ നിറച്ച ട്രക്ക് TSRTC ബസ്സുമായി കൂട്ടിയിടിച്ച് കൈക്കുഞ്ഞ് ഉൾപ്പെടെ 20 മരണം. നിരവധി പേർക്ക് ഗുരുതര പരിക്ക്. കോഴിക്കോട് ഫറൂഖിൽ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന സിമന്റ് ലോറി നഗരസഭാ ചെയർമാൻ NC അബ്ദുൾ റസാഖിന്റെ വീടിന് മുകളിലേക്ക് മറിഞ്ഞു. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി കേരളത്തിൽ വരുമെന്ന അവകാശവാദവുമായി വീണ്ടും കായികമന്ത്രി അബ്ദുൾ റഹ്മാൻ. 15 ദിവസത്തിനുള്ളിൽ സ്റ്റേഡിയത്തിന് അംഗീകാരം. മാർച്ചിൽ വരുമെന്ന് മെയിൽ ലഭിച്ചതായും AFAയുടെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും മന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. തിരുവനന്തപുരം വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് ഗുരുതരമായി പരിക്കേറ്റ യുവതിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. അപകടനില പൂർണ്ണമായി തരണം ചെയ്തിട്ടില്ലാത്ത യുവതിക്ക് വെന്റിലേറ്റർ സഹായവും നൽകുന്നുണ്ട്. സംഭവത്തിൽ പ്രതി സുരേഷ് കുമാർ കുറ്റം സമ്മതിച്ചു. വാതിൽക്കൽ നിന്നും പെൺകുട്ടി മാറാത്തതിന്റെ ദേഷ്യത്തിനാലാണ് ചവിട്ടിയതെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ രാത്രി ആലുവയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കേരള എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന പാലോട് സ്വദേശിനി ശ്രുതിക്കുട്ടിയെയാണ് സഹയാത്രികൻ സുരേഷ് കുമാർ ചവിട്ടി പുറത്തേക്കിട്ടത്. വർക്കല അയന്തിക്ക് സമീപമായിരുന്നു സംഭവം. മദ്യലഹരിയിലായിരുന്ന ഇയാൾ വാതിലിന് സമീപത്തു നിന്നും മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടും മാറാത്തതിന്റെ ദേഷ്യത്തിൽ ചവിട്ടി വീഴ്ത്തുകയായിരുന്നുവെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ സുരേഷിനെ കോടതിയിൽ ഹാജരാക്കും. അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം. തലയ്ക്കും വയറിനും ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ തലയ്ക്കുള്ളിലെ രക്തസ്രാവം തടയുന്നതിനുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. വെന്റിലേറ്ററിന്റെ സഹായവും നൽകുന്നുണ്ട്. ശ്രീകുട്ടിയെ തള്ളിയിടുന്നത് കണ്ട് പകച്ചു നിന്ന തന്നെയും പുറത്തേക്ക് ചവിട്ടി തള്ളിയതായി പെൺകുട്ടിയുടെ സുഹൃത്ത് അർച്ചന വ്യക്തമാക്കി. ഇയാൾ എവിടെ നിന്നാ കേറിയതെന്ന് അറിയത്തില്ല. ഇയാൾ കേറി വന്നപ്പോ തന്നെ എങ്ങനെയായിരുന്നു ഇയാളുടെ അവസ്ഥ? അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, മാത്രമേ ഞങ്ങൾക്ക് അറിയത്തില്ല, വേറെ ഒന്നും അറിയത്തില്ല. ഇയാള് ശല്യപ്പെടുത്തുകയും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങള് ഒരു സാധാ രീതിയിൽ ഞങ്ങൾ നിൽക്കുമായിരുന്നു. ഞാൻ വാഷ്റൂമിൽ പോയിട്ട് അവള് വാഷ്റൂമിൽ പോയിട്ട് ഇറങ്ങി പുറത്ത് നിൽക്കുമായിരുന്നു.
നിന്നിട്ട് പുറത്തോട്ട് നോക്കി നിൽക്കുമായിരുന്നു. അപ്പം ഞാനും പുറത്ത് ഇറങ്ങി വന്ന ടൈമിൽ ഈ പുള്ളി അങ്ങ് ചവിട്ടി അങ്ങ് തള്ളിയിട്ടാണ്. നമ്മളെ നടുവിന് ചവിട്ടി അങ്ങ് തള്ളിയിട്ടു. കൂട്ടുകാരി പുറത്തേക്ക് വീണു. അപ്പോൾ നിങ്ങൾ ഉള്ളിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അയാൾ സംസാരിച്ചോ? അവളെ ചവിട്ടിയിട്ട് ആ സെക്കൻഡ് തന്നെ എന്റെ കൈ എന്റെ കാലിനെ പിടിച്ച് ഞാൻ എന്നെ പകുതി പുറത്തിട്ട അയാൾ. അതായത് മോളെ ആക്രമിക്കാൻ പകുതി പുറത്തായി. ഞാൻ ഒരു അങ്കിളാ എന്നെ പിടിച്ച് മേലോട്ട് കയറ്റിയത്. അപ്പൊ എന്തെങ്കിലും അന്നേരം അയാൾ കമ്പാർട്ട്മെന്റിൽ തുടരുകയാണല്ലോ. അപ്പൊ എന്തെങ്കിലും പറഞ്ഞോ നിങ്ങളോട് അത് കഴിഞ്ഞ ശേഷം? പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെയുള്ള ചേട്ടന്മാരെല്ലാം ഇയാളെ അടിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെ വെച്ചായിരുന്നു ഈ ശല്യം ഉണ്ടായിരുന്നു? സ്റ്റേഷൻ കറക്റ്റാ പറയാൻ എനിക്ക് അറിയത്തില്ല. ഇയാള് എത്ര മണിക്കൂറുകൂടിയാണ് ഈ ആക്രമ സ്വഭാവത്തിലേക്ക് മാറിയത്? ശ്രീകുട്ടിയുടെ ബന്ധുക്കളും ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അമ്മൂമ്മയും അമ്മയും അമ്മാവനും ഉൾപ്പെടെയുള്ളവരാണ് മെഡിക്കൽ കോളേജിൽ എത്തിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വർക്കലയിൽ ട്രെയിനിൽ പെൺകുട്ടിയെ ആക്രമിച്ചതിൽ പ്രതികരണവുമായി ട്രെയിൻ യാത്രക്കിടെ ഗോവിന്ദച്ചാമി കൊലപ്പെടുത്തിയ സൗമ്യയുടെ അമ്മ സുമതി. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ട്രെയിനിൽ സുരക്ഷയില്ല. സൗമ്യ കൊല്ലപ്പെട്ടപ്പോൾ കുറച്ചു ദിവസത്തേക്ക് മാത്രം പ്രഹസനം എന്ന രീതിയിൽ കമ്പാർട്ട്മെന്റുകളിൽ പരിശോധന നടന്നു. ഇനിയെങ്കിലും അധികാരികൾ ഉണർന്നു പ്രവർത്തിക്കണമെന്നും ആർക്കും ഈ ഗതി ഉണ്ടാവരുത് എന്നും സൗമ്യയുടെ അമ്മ പറഞ്ഞു. റെയിൽവേ സുരക്ഷിത അത് വളരെ കാര്യമായിട്ട് ഇത് പറഞ്ഞ് അവസാനിക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം ഉണ്ടാവുന്ന സമയത്ത് മാത്രമല്ല ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. എന്നേക്കുമായി നമ്മളിപ്പോൾ എല്ലാവരും റെയിൽവേ സ്റ്റേഷനും എല്ലാം ഇതായിട്ടാണ് വരുന്നത്. പക്ഷെ അതേപോലെ ഒരു സുരക്ഷിത ഈ ട്രെയിനിൻ്റെ ഉള്ളിലും കൂടി അവർ വെക്കണം. ശബരിമല സ്വർണ്ണപ്പാളി കടത്തിയ കേസിൽ മുൻ ദേവസ്വം കമ്മീഷണറും ദേവസ്വം പ്രസിഡന്റുമായ എൻ വാസുവിനെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം. ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എൻ വാസുവിന്റെ PAയും ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുമായിരുന്ന സുധീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. അതേസമയം കട്ടിളയിലെ സ്വർണ്ണപ്പാളികൾ കടത്തിയ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി. ശബരിമല ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളികൾ ഉരുക്കി സ്വർണം പൂശിയ ശേഷം ബാക്കി വന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിൽപ്പന നടത്തിയ സംഭവത്തിൽ മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിന്റെ പങ്ക് സംബന്ധിച്ച് അറസ്റ്റിലായ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം എൻ വാസുവിനെ ചോദ്യം ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരിട്ട് അറിയില്ലെന്നും ബാക്കി സ്വർണം കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച മെയിൽ തിരുവാഭരണം കമ്മീഷണർക്കും എക്സിക്യൂട്ടീവ് ഓഫീസർക്കും കൈമാറുക മാത്രമാണ് ചെയ്തതെന്നും എൻ വാസു നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ചോദ്യം ചെയ്യലിൽ കൂടുതൽ നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് സൂചന. ഉന്നതരുടെ നിർദ്ദേശപ്രകാരമാണ് കാര്യങ്ങൾ ചെയ്തതെന്നായിരുന്നു അറസ്റ്റിലായ മുരാരി ബാബുവും സുധീഷും അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. അതേസമയം ശ്രീകോവിലിലെ കട്ടളയിലെ സ്വർണം കവർന്ന സംഭവത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി റാന്നി കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങും. കേസിൽ റിമാൻഡിൽ കഴിയുന്ന രണ്ടാം പ്രതി മുരാരി ബാബു ജാമ്യാപേക്ഷ നൽകും. ദ്വാരപാലക ശില്പത്തിൽ നിന്നും ഉരുക്കി മാറ്റിയ സ്വർണം വിൽപ്പന നടത്തിയ വകയിൽ 15 ലക്ഷത്തോളം രൂപ കൈപ്പറ്റിയത് കൂടാതെ സ്പോൺസർമാരിൽ നിന്ന് 70 ലക്ഷത്തോളം രൂപ വാങ്ങിയതായും ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. 10-ാം തീയതി വൈകുന്നേരം 5 വരെയാണ് കസ്റ്റഡി കാലാവധി. ശ്രീകോവിൽ കട്ടിളപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ച കേസിലാണ് റാന്നി 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡി അനുവദിച്ചത്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണമോഷണത്തിൽ 14 ദിവസത്തെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനാലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിൽ ഹാജരാക്കിയത്. ഹാജരാക്കിയ ശേഷമാണ് കട്ടിളപ്പാളി കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അടച്ചിട്ട കോടതി മുറിക്കുള്ളിലായിരുന്നു വാദം നടന്നത്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം ഇന്ന് തൃശൂരിൽ നടക്കും. മികച്ച നടനാകാൻ മമ്മൂട്ടി, ആസിഫ് അലി, വിജയരാഘവൻ എന്നിവർ തമ്മിൽ കടുത്ത മത്സരമാണ്. 128 ചിത്രങ്ങൾ മത്സരത്തിന് എത്തിയെങ്കിലും അന്തിമ ജൂറി പരിഗണിച്ചത് 38 ചിത്രങ്ങളാണ്. 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിനായാണ് സിനിമാ ലോകം കാത്തിരിക്കുന്നത്. നടൻ പ്രകാശ് രാജ് അധ്യക്ഷനായ അന്തിമ ജൂറിയാണ് പ്രകടനങ്ങൾ വിലയിരുത്തി വിജയികളെ തീരുമാനിക്കുക. ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റിയായി അഭ്രപാളിയിൽ മറ്റൊരു വിസ്മയം തീർത്ത മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരത്തിനായി അവസാന പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മമ്മൂട്ടിക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നത് ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ് വിജയരാഘവനും യുവതാരം ആസിഫ് അലിയുമാണ്. കിഷ്കിന്ധാകാണ്ഡത്തിലെ മറവി രോഗമുള്ള അതിസങ്കീർണത നിറഞ്ഞ കഥാപാത്രത്തെ അനായാസമായി അഭിനയിച്ചു ഫലിപ്പിച്ച വിജയരാഘവന് ദേശീയ പുരസ്കാരത്തിനു പുറമെ ഇരട്ടി മധുരമായി സംസ്ഥാന പുരസ്കാരവും ലഭിക്കുമോ എന്നതാണ് ആകാംക്ഷ. വിമുക്ത ഭടൻ അപ്പുപിള്ളയായി വിജയരാഘവൻ ജൂറിയെ ഞെട്ടിച്ചുവെന്നാണ് വിവരം. ലെവൽ ക്രോസ്, കിഷ്കിന്ധാകാന്ഡം, രേഖാചിത്രം തുടങ്ങിയ ചിത്രങ്ങളിലെ മികച്ച പ്രകടനമാണ് ആസിഫ് അലിയെ അവസാന റൗണ്ടിലെത്തിച്ചത്.
ടൊവിനോ തോമസും ഫഹദ് ഫാസിലും മത്സരരംഗത്തുണ്ടായിരുന്നെങ്കിലും അവസാന റൗണ്ടിൽ എത്തിയില്ല എന്നാണ് സൂചന. മികച്ച നടിയാകാനും കടുത്ത മത്സരമാണെന്നാണ് വിവരം. കാൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ഓൾ വി ഇമാജിൻ എ സ്ലൈറ്റ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കനി കുസൃതിയും ദിവ്യപ്രഭയും അന്തിമ റൗണ്ടിലുണ്ട്. ബൊഗൈൻ വില്ലയിലൂടെ ജ്യോതിർമയി, ARMലൂടെ സുരഭി ലക്ഷ്മി, ഫെമിനിച്ചി ഫാത്തിമയിലൂടെ ഷംല ഹംസ എന്നിവരും മികച്ച നടിക്കായി മത്സരിക്കുന്നു. ദേശീയ അന്തർദേശീയ ചലച്ചിത്രമേളകളിൽ ശ്രദ്ധേയമായ ഫെമിനിച്ചി ഫാത്തിമ, ഓൾ വി ഇമാജിൻ എ സ്ലൈറ്റ് എന്നിവ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലും തിളങ്ങുമെന്നാണ് വിവരം. ഇതുകൂടാതെ ഭ്രമയുഗം, വിക്ടോറിയ തുടങ്ങിയ ചിത്രങ്ങളും മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരത്തിനായി അവസാന പട്ടികയിലുണ്ട്. മഞ്ഞുമൽ ബോയ്സ്, അജയന്റെ രണ്ടാം മോഷണം, പ്രേമലു, സൂക്ഷ്മദർശിനി, ഭ്രമയുഗം, കിഷ്കിന്ധാകാന്ഡം എന്നിവയാണ് ജനപ്രിയ ചിത്രങ്ങളുടെ പട്ടികയിൽ ഉള്ളത്. ബറോസിലൂടെ മോഹൻലാലിന് മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. ജോജു ജോർജ് സംവിധാനം ചെയ്ത പണിയും ഈ വിഭാഗത്തിൽ മത്സരത്തിനുണ്ട്. വിവിധ പുരസ്കാരങ്ങൾക്കായി അപേക്ഷ നൽകിയ 128 ചിത്രങ്ങളിൽ 53 എണ്ണം നവാഗത സംവിധായകരുടേതായിരുന്നു. പ്രകാശ് രാജിന് പുറമെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, പിന്നണി ഗായിക ഗായത്രി അശോകൻ, എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ സന്തോഷ് ഏച്ചിക്കാനം, സൗണ്ട് ഡിസൈനറും സംവിധായകനുമായ നിതിൻ ലൂക്കോസ് എന്നിവരാണ് ജൂറി അംഗങ്ങൾ. ന്യൂസ് ഡെസ്ക് അമൃത TV. പ്രേംകുമാറിന്റെ പരാതിയിൽ ന്യായീകരണവുമായി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. കാലാവധി തീർന്നപ്പോൾ പുതിയ ഭാരവാഹികളെ തീരുമാനിച്ചു. അതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല. പ്രേംകുമാറിനെ അക്കാദമിയുടെ ഭാഗത്തുനിന്നും അറിയിച്ചു കാണുമെന്നാണ് കരുതുന്നത്. ആശാസമരത്തെ പ്രകീർത്തിച്ചതുകൊണ്ടാണ് പ്രേംകുമാറിനോട് അനിഷ്ടം ഉള്ളത് എന്ന വാദം ശരിയല്ല എന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. ആ ഭാരവാഹികളെ തീരുമാനിച്ചു, അത് അതിൻ്റെ ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നതിന് അപ്പുറത്തേക്ക് അതിനകത്ത് ഒരു അതിശയപരമായിട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സ്വാഭാവികമായിട്ടും പ്രേംകുമാറിനോട് പറഞ്ഞ് കാണുമെന്ന് ഞാൻ വിചാരിച്ചത്. കാരണം ഞാൻ ഇല്ലായിരുന്നു, ഞാൻ വിദേശത്തായിരുന്നു ഇത് ഉത്തരവാദിത്ത സമയത്ത്. അപ്പോൾ പ്രേംകുമാറിനോട് പറയേണ്ട ഉത്തരവാദിത്വം അക്കാദമിയിലെ ഭാരവാഹികൾക്ക് ഉള്ള ഉത്തരവാദിത്തമാണ്. പറഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അർജന്റീന മത്സരം മാർച്ചിൽ നടക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. വൈകാതെ പ്രഖ്യാപനം നടത്താമെന്ന് അർജന്റീന ടീം അറിയിച്ചുവെന്നും മന്ത്രി. 2 ദിവസം മുമ്പ് അർജന്റീന ഫുട്ബോൾ ടീമിന്റെ മെയിൽ വന്നു, മാർച്ചിൽ വരുമെന്ന് ഉറപ്പു നൽകിയതായും മന്ത്രി അറിയിച്ചു. ഒരു 2 ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അർജന്റീനൻ ടീമിൻ്റെ ഒരു മെയിലിൽ മാർച്ചിൽ അവർ നിർബന്ധമായും വരാമെന്ന്, അടുത്ത ദിവസം തന്നെ അതിൻ്റെ ഒരു അനൗൺസ്മെന്റ് നടത്താമെന്നും അവർ അറിയിച്ചു. സത്യത്തിൽ ഇതിൽ നമ്മുടെ പൊതുസമൂഹവും കായിക പ്രേമികളും പ്രത്യേകിച്ച് ഫുട്ബോൾ പ്രേമികളൊക്കെ തന്നെ അറിയേണ്ടത്, ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു തർക്കത്തിനുള്ള വേദിയായിട്ടല്ല ഞങ്ങൾ കണ്ടത്. തെലങ്കാനയിലെ രംഗറെഡ്ഡി ജില്ലയിൽ അമിത വേഗതയിൽ വന്ന ചരൽ നിറച്ച ട്രക്ക് TSRTC ബസ്സുമായി കൂട്ടിയിടിച്ച് കൈക്കുഞ്ഞു ഉൾപ്പെടെ 20 മരണം, നിരവധി പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ ബസ്സിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. റിപ്പോർട്ടുകൾ പ്രകാരം തണ്ടൂരിൽ നിന്ന് ഹൈദരാബാദിലേക്ക് 70ഓളം യാത്രക്കാരുമായി RTC ബസ് യാത്ര ചെയ്യുകയായിരുന്നു. ഞായറാഴ്ച അവധി കഴിഞ്ഞ് നഗരത്തിലേക്ക് മടങ്ങുന്ന വിദ്യാർത്ഥികളും ജീവനക്കാരുമാണ് ബസ്സിലുണ്ടായിരുന്നവരിൽ ഭൂരിഭാഗവും. ഒരു വളവിൽ വെച്ചാണ് അപകടം നടന്നതെന്നും അമിത വേഗതയിൽ വന്ന ലോറി നിയന്ത്രണം വിട്ട് ബസ്സിൽ ഇടിക്കുകയായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു. നിരവധി പേരുടെ നില ഗുരുതരമാണ്. അതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. കൂട്ടിയിടിയുടെ ആഘാതത്തിൽ ലോറിയിലെ ചരൽ ലോഡ് ബസ്സിലേക്ക് മറിഞ്ഞു. പോലീസും രക്ഷാപ്രവർത്തകരും സ്ഥലത്തെത്തി 3 JCB ഉപയോഗിച്ചുകൊണ്ടാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ പുറത്തെടുത്തത്. കോഴിക്കോട് ഫറോക്കിൽ സിമന്റ് ലോറി മറിഞ്ഞ് അപകടം. മുനിസിപ്പാലിറ്റി ചെയർമാൻ NC റസാഖിന്റെ വീടിന്റെ മുകളിലേക്കാണ് ലോറി മറിഞ്ഞത്. 10 മണിയോടെയാണ് സംഭവം. ഫറോക്ക് മുനിസിപ്പാലിറ്റിക്ക് മുൻവശം നിർത്തിയിട്ട സിമന്റ് ലോറി മണ്ണിടിഞ്ഞതിനെ തുടർന്ന് വീടിന് മുകളിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കോഴിക്കോട് താമരശ്ശേരിയിൽ ഫ്രഷ് കട്ട് പ്ലാന്റ് തുറക്കുന്നതിനെതിരെ വീണ്ടും സമരം പ്രഖ്യാപിച്ച് സമരസമിതി. നാളെ വൈകിട്ട് 4 മണിക്ക് സമരം ആരംഭിക്കും. ഫ്രഷ് കട്ട് തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന തീരുമാനത്തിലാണ് സമരക്കാർ. ഫ്രഷ് കട്ടിന് എതിരെയുള്ള സമരത്തിൽ ജനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. താമരശ്ശേരിയിലെ അറവുമാലിന്യ സംസ്കരണ കേന്ദ്രമായ ഫ്രഷ് കട്ട് തുറന്നു പ്രവർത്തിക്കാൻ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാതല ഫെലിസിറ്റേഷൻ കമ്മിറ്റി ഉപാധികളോടെ അനുമതി നൽകിയിരുന്നു. സുരക്ഷ ഉറപ്പാക്കിയ ശേഷം തുറന്നു പ്രവർത്തിക്കാനുള്ള നീക്കത്തിലാണ് ഫ്രഷ് കട്ട്.
ഇതേ തുടർന്ന് സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് നവംബർ 1 മുതൽ 7 വരെ പ്രദേശത്ത് കളക്ടർ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഫ്രഷ് കട്ട് തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സമരക്കാർ. നാളെ വൈകിട്ട് 4 മണിക്ക് വീണ്ടും സമരം തുടങ്ങുമെന്ന് സമരസമിതി അറിയിച്ചു. സമരം പുനരാരംഭിക്കാൻ തന്നെയാണ് ജനങ്ങൾ നടത്തുന്ന ശുദ്ധവായുവിനു വേണ്ടിയുള്ള പോരാട്ടത്തിന് പിന്തുണ നൽകുമെന്ന് മുസ്ലിം ലീഗ് വ്യക്തമാക്കി. ഫ്രഷ് കട്ടിനെതിരെ സമാധാനപരമായി നടത്തിയ സമരം അക്രമാസക്തമാക്കിയതിനു പിന്നിൽ ആരെന്ന് പോലീസ് കണ്ടെത്തണമെന്നും പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് അധികാരികൾ അവസാനിപ്പിക്കണമെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പോലീസ് ഭീകരതയ്ക്കും ഏകപക്ഷീയ നടപടികൾക്കുമെതിരെ താമരശ്ശേരിയിൽ മുസ്ലിം ലീഗ് നടത്തിയ പ്രക്ഷോഭ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളെ വേട്ടയാടിയിട്ട് കാര്യമില്ല. ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ദുർഗന്ധത്തിന് നശിക്കാനുള്ള അവകാശം പങ്കുവച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള കൂടിയാലോചനകൾ ഉടനെ തുടങ്ങണം. അതില്ലാതെ അടിച്ചൊതുക്കി പ്ലാന്റ് നടത്തുക എന്നുള്ളത് അത് അസാധ്യമായ കാര്യമാണ്. അതിനിടെ വിഷയത്തിൽ ജില്ലാ കളക്ടർ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം UDF ബഹിഷ്കരിച്ചു. ജനപ്രതിനിധികളെ യോഗത്തിലേക്ക് ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നടപടിയെന്ന് ലീഗ് കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ MA റസാഖ് പറഞ്ഞു. ജനപ്രതിനിധികളെ വിളിക്കാത്ത ഒരു യോഗം എന്നുള്ളതുകൊണ്ട് UDF ബഹിഷ്കരിക്കുകയാണ്. ആ യോഗം ബഹിഷ്കരിക്കുകയാണ്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം. അമൃത ന്യൂസ്, കോഴിക്കോട്. തൃശൂർ കുതിരാനിൽ ഭീതി പടർത്തുന്ന കാട്ടുകൊമ്പനെ പൂട്ടാൻ വനം വകുപ്പ്. വയനാട്ടിൽ നിന്ന് കുങ്കി ആനകളെ എത്തിച്ച് ആനയെ കാടുകടത്തി സോളർ വേലി സ്ഥാപിക്കാനാണ് പദ്ധതി. നാട്ടുകാരുടെ പ്രതിഷേധത്തിന് പിന്നാലെ വനമന്ത്രി AK ശശീന്ദ്രൻ സ്ഥലം സന്ദർശിച്ചു. ആനയെ നിരീക്ഷിക്കാൻ വനംവകുപ്പ് AI ക്യാമറകൾ സ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസമാണ് പ്രദേശത്തെത്തിയ കാട്ടുകൊമ്പൻ വനംവാച്ചറെ ആക്രമിച്ചത്. പ്രദേശവാസികൾ മാസങ്ങളായി ഭീതിയിലാണ് ജീവിക്കുന്നത്. പ്രതിഷേധം ശക്തമായതോടെ കൊമ്പനെ കാടുകയറ്റാൻ വനംവകുപ്പ് ദൗത്യം തുടങ്ങി. ഇതിനായി വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘം കുതിരാനിലെത്തി. ഡ്രോണുകൾ ഉപയോഗിച്ചും ക്യാമറ ഉപയോഗിച്ചും ആനയെ നിരീക്ഷിച്ചു വരികയാണ്. ആവശ്യമെങ്കിൽ മയക്കുവെടിവെക്കുന്നതുൾപ്പെടെ പരിഗണിക്കുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കി. കുങ്കിയാനകളെ കൊണ്ടുവന്ന് ആനയെ വശത്താക്കി കൊണ്ടുപോകാൻ കഴിയുമെന്ന് പരിശോധിച്ചു. അപ്പോൾ ആവശ്യമായി വന്നാൽ കുങ്കിയാനകളെ കൊണ്ടുപോകാനുള്ള നടപടി സ്വീകരിക്കാൻ ഇന്ന് DFOയ്ക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പ്രദേശവാസികളുമായി ചർച്ച നടത്തിയ വനമന്ത്രി സർക്കാരിന് ചെയ്യാനാവുന്നതെല്ലാം ചെയ്യുമെന്ന ഉറപ്പ് നൽകി. പരിഹരിക്കും, ഉറപ്പായിട്ട്. സാർ വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. ആനയുടെ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്താകും വനംവകുപ്പിന്റെ വരും ദിവസങ്ങളിലുള്ള നടപടി. അമൃത ന്യൂസ്, തൃശൂർ. പാർട്ടിയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തെ വിനയത്തോടെ സ്വീകരിക്കുന്നുവെന്ന് മുൻ MLA KS ശബരിനാഥ്. തിരുവനന്തപുരത്തിന്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ പ്രയത്നിക്കും. ഏറ്റവും മികച്ച പാനലുമായാണ് UDF മുന്നോട്ടു പോകുന്നതെന്നും KS ശബരിനാഥ് പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ശബരിനാഥ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 25 നമ്പർ വാർഡ് കവടിയാർ വാർഡിൽ മത്സരിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം എന്നെ കോൺഗ്രസ് പാർട്ടിയും UDFും ഏൽപ്പിച്ചിരിക്കുകയാണ്. വളരെയധികം സന്തോഷത്തോടെ, വിനയത്തോടെ, അതിനേക്കാളുപരി വലിയൊരു എക്സൈറ്റ്മെൻറ്റോടെയാണ് ഈ ഒരു ഉത്തരവാദിത്തത്തെ ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഞാൻ തിരുവനന്തപുരത്തെ ഒരു നിവാസിയാണ്. പഠിച്ചത് ഇവിടെയാണ്. സ്കൂൾ പഠിച്ചതും എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചതും അതിനുശേഷം വെളിയിൽ പോയെങ്കിലും തിരികെ വന്ന് ഈ അടുത്ത കാലത്ത് നിയമം പഠിച്ചതുമൊക്കെ ഈ ജില്ലയിലാണ്. ഈ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റ ശേഷം അദ്ദേഹം നടത്തുന്ന ആദ്യ കേരള സന്ദർശനമാണ് ഇത്. ഉച്ചയ്ക്ക് 1:55 തിരുവനന്തപുരത്തെത്തുന്ന അദ്ദേഹം ഹെലികോപ്റ്ററിൽ കൊല്ലത്തേക്ക് പോകും. വൈകിട്ട് 3 കൊല്ലം ഫാത്തിമമാത നാഷണൽ കോളേജിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കൊല്ലത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ കയർ എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ അംഗങ്ങളുമായും സംവദിക്കും. അതിനുശേഷം തിരികെ തിരുവനന്തപുരത്തെത്തുന്ന ഉപരാഷ്ട്രപതി രാജ്ഭവനിൽ തങ്ങും. നാളെ രാവിലെ 11 മണിക്ക് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നടക്കുന്ന ചടങ്ങിൽ അദ്ദേഹം സംവദിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം കേരളത്തിൽ നിന്ന് മടങ്ങും. ക്രിക്കറ്റിൽ പുതുചരിത്രമെഴുതി ഇന്ത്യ. ഏകദിന വനിതാ ലോകകപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ കീഴടക്കി ഇന്ത്യ കന്നിക്കിരീടം ഉയർത്തി. ഇന്ത്യ ഉയർത്തിയ 298 എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 246 റൺസിന് ഓൾ ഔട്ടായി.
ICC Women's Cricket World Cup Champions 2025 टीम इंडिया आज अपने बैच पर एक सितारा लगाया है. ഒടുവിൽ കാത്തിരുന്ന ആ സ്വപ്നം സഫലമായി. ചരിത്രത്തിലാദ്യമായി ഇന്ത്യയുടെ വനിതാ ടീം ഏകദിന ലോക ചാമ്പ്യന്മാരെന്ന നേട്ടം കയ്യെത്തിപ്പിടിച്ചു. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 52 റൺസിന് വീഴ്ത്തിയാണ് ഹർമൻപ്രീത് കൗറും പോരാളികളും ലോകത്തിന്റെ നെറുകയിലെത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 298 റൺസ് എടുത്തു. ദക്ഷിണാഫ്രിക്കൻ വനിതകളുടെ പോരാട്ടം 45.3 ഓവറിൽ 246 റൺസിൽ അവസാനിപ്പിച്ചാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. 2005-ലും 2017-ലും ഫൈനലിലെത്തിയ ഇന്ത്യക്ക് 2 തവണയും കിരീടം കൈവിടേണ്ടി വന്നു. ഇത്തവണ സെമിയിൽ കരുത്തരായ ഓസ്ട്രേലിയ വീഴ്ത്തി ഫൈനലിലെത്തിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയുടെ വെല്ലുവിളി അതിജീവിച്ചാണ് ചരിത്ര നേട്ടത്തിലെത്തിയത്. ഷഫാലി വർമ്മ, ദീപ്തി ശർമ്മ എന്നിവരുടെ അർദ്ധ സെഞ്ചുറി കരുത്തിലാണ് ഇന്ത്യ 298 റൺസ് ഉയർത്തിയത്. സ്മൃതി മന്ദാന, റിച്ച ഘോഷ് എന്നിവരും നിർണായക സംഭാവന നൽകി. ലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്കയ്ക്കായി ക്യാപ്റ്റൻ ലൗറ വോൾവാർട്ട് 101 റൺസ് എടുത്തു. ഒരു ഭാഗത്ത് താരം നിന്നപ്പോഴും മറുഭാഗത്ത് ഇന്ത്യ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തി. ബാറ്റിംഗിന് പുറമെ 9.3 ഓവറിൽ 39 റൺസ് മാത്രം വഴങ്ങി 5 വിക്കറ്റെടുത്ത ദീപ്തി ശർമ്മ ഓൾറൗണ്ട് മികവാണ് ഫൈനലിൽ പുറത്തെടുത്തത്. ഇന്ത്യയുടെ ടോപ്പ് സ്കോററായി മാറിയ ഷഫാലി വർമ്മയും ബൌളിംഗിൽ മാന്ത്രികത പുറത്തെടുത്തു. നിർണായക ഘട്ടത്തിൽ താരം 2 വിക്കറ്റുകൾ വീഴ്ത്തി. ടോസ് നേടി ദക്ഷിണാഫ്രിക്ക ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ചരിത്ര നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യൻ ടീമിന് അഭിനന്ദന പ്രവാഹം. ത്രസിപ്പിക്കുന്ന വിജയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. കൊച്ചിയിൽ 71-കാരിക്ക് വൃദ്ധസദനത്തിൽ ക്രൂരമർദ്ദനം. ഏരൂരിലാണ് സംഭവം. കിടപ്പ് രോഗിയായ ശാന്തയ്ക്കാണ് മർദ്ദനമേറ്റത്. വൃദ്ധസദനത്തിന് എതിരെ കേസെടുത്ത് പോലീസ് അന്വേഷണം തുടങ്ങി. ഏരൂരിൽ സംഭവമുണ്ടായിരിക്കുന്നത് 71 വയസ്സുള്ള ശാന്തയാണ് ഈ മർദ്ദനം നേരിട്ടതെന്നാണ് പരാതി. ഇപ്പോൾ ശാന്തയുടെ എത്തിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. പേരൊന്ന് പറയാമോ? സുലോചന. എന്താ ശരിക്കും സംഭവിച്ചത്? ഞങ്ങൾ 3 മാസത്തിന് മുമ്പ് ചേച്ചിക്ക് തീരെ വയ്യാതെ ബാക്കിൽ ഒരു പഴുപ്പൊക്കെ ഉണ്ടായിട്ട് മഞ്ഞമ്മ ഹോസ്പിറ്റലിൽ ഒരു മാസം കിടന്ന് ചികിത്സിച്ച് പൂർണ്ണമായിട്ട്. അപ്പോൾ എനിക്ക് വയ്യാത്ത ഞാനും എൻ്റെ മോളും മാത്രമേ ഉള്ളൂ, നോക്കാൻ വേറെ ആരുമില്ല. അപ്പം ഞങ്ങൾ നല്ല സ്ഥലത്ത് കൊണ്ട് ആക്കിയത് 24,000 രൂപ വാടക ഇത് കൊടുത്തു. ഒരു മാസം 24,000 രൂപ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഒരു ട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ കൊണ്ടുപോയി ആക്കിയതാണ്. ട്രസ്റ്റിൻ്റെ പേരൊന്നും? RJ ട്രസ്റ്റ്. എരുവരി. അതിൽ വേറെ ആ സൈഡിൻ്റെ ഇത് മോളോട് ചോദിച്ചെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് അറിയാം. RJ ചാരിറ്റബിൾ ട്രസ്റ്റ്. ചാരിറ്റബിൾ അല്ല, ട്രസ്റ്റ്. അപ്പം ഞങ്ങൾക്കറിയില്ല. ഞങ്ങളവിടെ ചെല്ലുമ്പം അങ്ങനെ കൊണ്ടേ കാണിക്കാറൊന്നുമില്ല. അപ്പം ഉറക്കത്തിലാണ്, മയക്കത്തിലാണ്. അതുകൊണ്ട് രാത്രി ഉറക്കമില്ലാത്തതുകൊണ്ട് പകലാണ് ഉറങ്ങണേന്നൊക്കെ പറയും. എന്തെങ്കിലും അപ്പോൾ ഓരോ ആവശ്യങ്ങൾ പറയുമ്പോൾ വാങ്ങിച്ചുകൊണ്ടേ കൊടുക്കണം. ഈ 24,000 രൂപ കൂടാതെ ഞങ്ങൾ ഓരോ ആവശ്യങ്ങൾ, മരുന്ന്, ഡ്രസ്സ് ചെയ്യാനുള്ള പഞ്ഞി, എല്ലാ സാധനങ്ങളും ഡെറ്റുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പം പക്ഷേ ആളെ നേരിട്ട് കാണാൻ സമ്മതിച്ച പല പ്രാവശ്യം സമ്മതിക്കാറില്ല. ഒരു ദിവസം ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുൻപ് ഞാൻ പറഞ്ഞു എനിക്കൊന്ന് പോയി കാണണം എന്ന് പറഞ്ഞു ചേച്ചിന്. അപ്പം ഞാനും എൻ്റെ മോളും കൂടി പോയി ചെന്ന് കണ്ടപ്പം ഈ ചുണ്ടിൻ്റെ ഈ ഭാഗത്ത് ചോര കട്ടിയായിട്ട് വന്ന് ചോര ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ മാഡം പറഞ്ഞ് അത് തൊലി വലിച്ചു കളഞ്ഞപ്പം അത് മുറിഞ്ഞതാണെന്ന് പറഞ്ഞു, പൊട്ടിയതാണെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ ചേച്ചിയോട് രഹസ്യമായിട്ട് ചോദിക്കാനായിട്ട് സമ്മതിക്കണില്ല. ഇവർ ഞങ്ങളുടെ അടുത്തുനിന്ന് മാറണേയില്ല. അപ്പോൾ ചേച്ചിനെ രഹസ്യമായിട്ട് എൻ്റെ മോള് ചോദിച്ചപ്പോൾ മിണ്ടല്ലേ ഇങ്ങനെ കാണിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സംശയം തോന്നി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ ഈ നെഞ്ചിന് ഈ ചവിട്ടി ഇടിയൊക്കെ കൊണ്ടുവന്നിട്ട് ചേച്ചിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകളാണ്. അപ്പം അവർക്ക് പേടിയായി മരിക്കും എന്നുള്ള ഒരു അവസ്ഥ. അവർ എപ്പോഴും ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല, നിങ്ങൾ വന്ന് ഇനി കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് എപ്പോഴും പറയുമായിരുന്നു. അപ്പം ഞങ്ങൾ ചെന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോഴും ഞങ്ങൾ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പം. ഞങ്ങൾ വന്ന വഴിക്ക് അവർ പോലീസിൽ നിന്ന്, തൃപ്പൂണിത്തുറ പോലീസിൽ നിന്ന് മോളെ വിളിച്ചിട്ടും പറഞ്ഞ് നിങ്ങളുടെ പേരിൽ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്, നിങ്ങളവിടെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ചെന്നപ്പോഴാണ് പറഞ്ഞത് ഇവരാണ് കംപ്ലയിൻറ്റ് കൊടുത്തത്. ഇവർ കംപ്ലയിൻറ്റ് കൊടുത്തത് എന്താണ്, ഞങ്ങൾ പൈസ കൊടുക്കണില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പക്ഷേ പൈസ കൊടുത്ത തെളിവൊക്കെ ഉണ്ട്. ഞങ്ങൾ മുൻകൂർ പൈസ കൊടുക്കുമായിരുന്നു. 3 മാസത്തെ
3 മാസം അതുപോലെ 24,000 രൂപയും കൊടുത്ത് മറ്റു സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ പോലീസ് ഈ ശാന്ത ചേച്ചിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായി, ഇങ്ങനെ ഉപദ്രവിച്ചു എന്ന് ആളാണോ പറഞ്ഞത്? അതെ. അപ്പം അത് ഞങ്ങൾ കൊണ്ടുവന്നതിന് ശേഷമാണ് ചേച്ചി വ്യക്തമായിട്ടെല്ലാം പറയാൻ തുടങ്ങിയത്. ചേച്ചിനെ ഭീഷണിപ്പെടുത്തിയേക്കായിരുന്നു, ഇത് പുറത്ത് പറഞ്ഞാൽ ശരിയാക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരു കാരണവശാലും ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും പറയരുതെന്ന് ആ സ്ത്രീ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നടത്തിപ്പുകാരിയാണോ? നടത്തിപ്പുകാരിയാണ്. അവർ രാധ. എങ്ങനെ ഉപദ്രവിച്ചു? എന്ത് പറഞ്ഞു? പ്രത്യേകം ഒരു കാരണമില്ല, വെറുതെ ഭക്ഷണം കഴിച്ചാൽ അടി, പഠിച്ചില്ലെങ്കിൽ അടി, മലവിസർജനങ്ങൾ പോയി കഴിഞ്ഞാൽ അതിനെ അടി, അതൊന്നും എടുത്ത് കളയൂല അത് സമയത്തൊന്നും. അങ്ങനെയുള്ള ചേച്ചി കിടപ്പ് രോഗിയാണ്? കിടപ്പ് രോഗിയാണ്. ചേച്ചിക്ക് ഇവിടെ നല്ല ബോധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേച്ചിക്ക് യാതൊരു കാരണവശാലും നെഞ്ചിലോ ഒരു കുഴപ്പമില്ലാത്ത ഒരാളായിരുന്നു. ഇവിടെ മാത്രം അസുഖങ്ങളുണ്ടായിരുന്നുള്ളൂ. ഇപ്പം എന്തൊക്കെയാണ് കുഴപ്പമുള്ളത്? ഇപ്പോൾ ചേച്ചിക്ക് നെഞ്ചിൻ്റെ പ്രയാസം കൊണ്ട്, പിന്നെ ഇവിടുത്തെ എല്ലൊക്കെ പൊട്ടിയിരിക്കണ പോലെ ശരീരത്തിൽ തൊടിക്കണില്ല, മൊത്തം വേദനയാണ്. ഡോക്ടർമാരെന്താ പറഞ്ഞത്? ഡോക്ടർമാർ കാര്യങ്ങൾ അടി കിട്ടിയതാണോ ഉപദ്രവമാണെന്ന് പറഞ്ഞു. അത് അങ്ങനെയുള്ള അതാണെന്ന് മനസ്സിലാക്കി അവർ പറഞ്ഞിട്ടാണല്ലോ അവർ റിപ്പോർട്ട് കൊടുത്തത്. മേലെ ആസകലം ചതഞ്ഞ പാടുകളുണ്ടായിരുന്നു, അതൊക്കെ ഇപ്പം മാഞ്ഞു തുടങ്ങി. ഇത് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്? കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ പോലീസ് പറഞ്ഞത്? പോലീസ് പറഞ്ഞത് വേണ്ട നടപടി നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പം ആൾക്ക് എങ്ങനെയുണ്ട് കണ്ടീഷൻ? ഇപ്പം ഭക്ഷണം കഴിക്കണില്ല, വെള്ളം പോലും കുടിക്കാനായിട്ട് ഇറങ്ങണില്ല, പിന്നെ തുടർച്ചയായിട്ട് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ പൊടിയരി കഞ്ഞിയെ കൊടുത്താൽ 2 സ്പൂൺ ഒരു കണക്കിൽ കഴിക്കും. നെഞ്ചത്ത് കെട്ടണം എന്നാണ് പറഞ്ഞത്. ആൾക്ക് കുടുംബം വിവാഹം കഴിച്ചതാണ്, വൈകാണ് വിവാഹം കഴിച്ചത്. ഭർത്താവ് മരിച്ചു പോയി. ഇപ്പോൾ നിങ്ങളാണ്? ഞാനാണ്, മോളും ഉള്ളൂ നോക്കാനായിട്ട്. ഇതിൽ പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട്, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശാന്ത തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ കുടുംബാംഗങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.